ഹലോ എവരിവൺ, എക്സാമൊക്കെയാണ്. +1 ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും ചിലപ്പോൾ ബിസിനസ് സ്റ്റഡീസ് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം നമുക്ക് ചാപ്റ്റേഴ്സിന് എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ ഈ 20 ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറഞ്ഞതൊരു 40 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് ഇതുകൊണ്ട് മേടിക്കാൻ സാധിക്കും. ഇനിയുള്ള സമയത്ത് പഠിച്ചാൽ മതി. കാരണം നമുക്ക് ഓരോ എക്സാമിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. ആ ദിവസങ്ങളിൽ ഇതൊന്ന് നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഒരു 3 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണത്. സെക്കൻഡ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എസ് എ ക്വസ്റ്റ്യനായിട്ടൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നെക്സ്റ്റ് വൺ പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടൻറ്റ്. നെക്സ്റ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഫങ്ഷൻസ് ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക്. നെക്സ്റ്റ് വൺ ഇ ബാങ്കിങ്, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതൊരു 3-4 മാർക്കിനാണ് ചോദിച്ചു വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇൻഷുറൻസ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസും. 8th വൺ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ഇറ്റ്സ് കണ്ടൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊരു 1 വേർഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 9th വൺ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് ഇറ്റ്സ് കണ്ടൻറ്റ്. അപ്പോൾ അത് രണ്ടും പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് കൂടി പഠിച്ചു വയ്ക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. 11th വൺ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. 12th വൺ എന്ന് പറയുന്നത് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കാണാം. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ സ്കെയിൽ ബിസിനസ്. അതേപോലെ ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ കാണുന്നതാണ് ഇ കൊമേഴ്സ് ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. അതേപോലെ 14th വൺ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ്. ഇതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. 1-2 വട്ടം വായിച്ചാൽ തന്നെ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് വൺ പ്രൊമോട്ടർ, ഹു ഈസ് പ്രൊമോട്ടർ എന്ന് ചോദിക്കാം. ആൻഡ് പ്രൊമോട്ടറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. 16th വൺ ആണ് പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ പേര് കേട്ടിട്ടുണ്ടാവില്ല, പകരം റീറ്റെയിൻഡ് ഏണിങ്സ് എന്നാണ് പറയാം. റീറ്റെയിൻഡ് ഏണിങ്സ്, ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതാ എന്ന് ചോദിച്ചാൽ റീറ്റെയിൻഡ് ഏണിങ്സ് ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഫാക്ടറിങ്, ലീസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. കാരണം ഇത് 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ 3 മാർക്കിനോ എവിടെയെങ്കിലൊക്കെ ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ചിലപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതെല്ലാം കാണാൻ സാധിക്കും, എല്ലാം കൂടി. നെക്സ്റ്റ് വൺ ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്ലാസിഫൈ ചെയ്യാനായിരിക്കാം തരാം. കുറേ ഫണ്ട്സ് തന്നിട്ട് ഇതിനെ ഓൺഡ് ഫണ്ടായിട്ടും ബോറോഡ് ഫണ്ടായിട്ടും തരം തിരിച്ച് എഴുതാനായിരിക്കാം തരാം. നെക്സ്റ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ആൻഡ് ലാസ്റ്റ് വൺ വാട്ട് ഈസ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സുഖമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ 40 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും ഇതിൽ നിന്ന് നേടാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്കറിയാലോ, ഒന്നെങ്കിൽ ആൻസർ മലയാളത്തിൽ എഴുതാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. അപ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് സ്റ്റഡീസ് ഫസ്റ്റ് ഇയർ തന്നെ ഡബിൾ പാസ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.